പഠിക്കാൻ പോകുന്ന 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 6ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഉപഭൂഖണ്ഡം നോക്കാം. നാം വസിക്കുന്ന ഭൂമിയുടെ 2 ഭാഗവും സമുദ്രമാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു. സമുദ്രമൊഴികെയുള്ള ഭൂമിയുടെ ഭാഗമാണ് കരയാണ്. എന്നാൽ സമുദ്രങ്ങൾ പോലെ കരഭാഗങ്ങൾ തമ്മിൽ ചേർന്നാണോ സ്ഥിതി ചെയ്യുന്നത്? വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്നാണ് വിളിക്കുന്നത്. വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. അപ്പോൾ ഭൂഖണ്ഡം എന്താണ്? വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ ഭൂരൂപങ്ങൾ നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ്? ഗ്ലോബ് നോക്കി കണ്ടുപിടിക്കാനാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിൽ. ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളുമാണ് ഈ കൊടുത്തേക്കുന്നത്. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. ഇനി ഭൂഖണ്ഡങ്ങൾ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ. ഇതിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തേക്കുന്നത്. ഇനി എന്താണ് ഉപഭൂഖണ്ഡം? ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നതാണ് പാമീർ പീഠഭൂമി. എന്താണ് പാമീർ പീഠഭൂമി? ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പാമീർ പീഠഭൂമി ടിയാൻഷാൻ, കാരക്കോറം, കുൻലൂൻ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വത നിരകളുടെ സംഗമ സ്ഥാനമാണ്. അപ്പോൾ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? പാമീർ പീഠഭൂമിയാണ്. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഭൂപ്രകൃതി എങ്ങനെയാണ്? ഉന്നതമായ പർവ്വത ശിഖരങ്ങളുണ്ട്, വിശാലമായ സമതലങ്ങൾ നമുക്കുണ്ട്, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും, കിഴക്കേ അതിർത്തിയിലാണ് അരക്കൻ പർവ്വത നിരകളും, പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വത നിരയും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിലാണ് ഹിമാലയ പർവ്വതം, കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകളാണ്, പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വത നിരകളും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ എന്തൊക്കെയാണ്? വടക്ക് ഹിമാലയ പർവ്വതം, കിഴക്ക് അരക്കൻ പർവ്വതനിര, പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിര, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. ഈ ഭൂഖണ്ഡം എന്തായിരുന്നെന്നാണ് പറഞ്ഞത്? ഭൂഖണ്ഡം വിശാലമായ കരയുടെ ഭാഗമാണ് ഭൂഖണ്ഡം. ഉപഭൂഖണ്ഡമോ വിശാലമായ ഭൂഖണ്ഡ ഭാഗമാണ്. ഭൂഖണ്ഡത്തിന് വലിപ്പം കൂടുതലാണ്, എന്നാൽ ഉപഭൂഖണ്ഡത്തിനോ വലിപ്പം കുറവാണ്. വ്യത്യസ്തമായ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഉപഭൂഖണ്ഡത്തിലും വ്യത്യസ്തമായ ഭൂപ്രകൃതി വിഭാഗങ്ങൾ കാണപ്പെടുന്നു. പ്രകൃതിദത്തമായ അതിർത്തികളാൽ വേർതിരിക്കപ്പെട്ട ഭൂരൂപമാണ് ഉപഭൂഖണ്ഡവും ഭൂഖണ്ഡവും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അത് മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യയുണ്ട്, ഇന്ത്യ, ഭൂട്ടാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, മാലിദ്വീപ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക.
എന്തൊക്കെയാണ്? ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ പെടുന്നതാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ഭൂട്ടാൻ, മാലദ്വീപ്, നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വടക്ക് ഭാഗത്തുള്ളതാണ് നമ്മൾ ഹിന്ദുക്കുഷ്, ടിയാൻഷാൻ, കുൻലുൻ. ഓക്കെ. പാകിസ്ഥാനിൽ ഹിന്ദുക്കുഷ് പർവ്വതനിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വതനിര എന്നിവയാണവ. പാകിസ്ഥാനിലെ ഹിന്ദുക്കുഷ് പർവ്വതനിരയും പിന്നെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഹിമാലയ പർവ്വതനിര എന്നിവയാണ് വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ എന്ന് പറയുന്നത്. ലോകത്തിന്റെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത മേഖലകളിലാണ് ഉള്ളത്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശങ്ങളാണുള്ളത്. ഹിമാലയ പർവ്വതത്തിന്റെ തെക്കു ഭാഗത്ത് സമതലങ്ങളാണുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങളാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെടുത്തുന്നത്. അപ്പോൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ ഹിമാലയ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപത്തിലൂടെയാണ് ഈ അതിവിശാലമായ സമതലം രൂപപ്പെട്ടിരിക്കുന്നത്. ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്. ഇനി ഉത്തരേന്ത്യൻ സമതലത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫലഭൂഷ്ടമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധമാണ്, നിരപ്പാർന്ന ഭൂപ്രദേശമാണ്, ജനനിബിഡമാണ്. ഉത്തരമഹാസമതലത്തിന് തെക്കുഭാഗം പീഠഭൂമിയാണ്. ഉത്തരമഹാസമതലത്തിന് തെക്കുഭാഗം എന്താണ്? പീഠഭൂമിയാണ്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കുന്നു. ഏറെക്കുറെ ത്രികോണാകൃതിയിലുള്ള ഈ ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഉത്തര മഹാസമതലം എവിടെയായിരുന്നു? ഹിമാലയ പർവ്വതങ്ങൾക്ക് തെക്ക് ഭാഗത്തായുള്ള വിശാലമായ സമതല പ്രദേശമായിരുന്നു ഉത്തരേന്ത്യൻ സമതലം അല്ലെങ്കിൽ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഇനി ഉത്തര മഹാസമതലത്തിനും തെക്കു ഭാഗത്താണ് പീഠഭൂമി എന്ന് പറയുന്നത്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്ന് 150 മുതൽ 900 മീറ്റർ വരെ ഉയരത്തിലാണ് കണക്കാക്കുന്നത്. ഏറെക്കുറെ ത്രികോണ ആകൃതിയിലാണ് ഈ ഭൂവിഭാഗം കാണപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് ഇതിന് പറയുന്ന പേര്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഒരു പിക്ചർ കൊടുത്തേക്കുന്നു. അതിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗം കണ്ടില്ലേ? ഇതാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗം. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായിട്ടാണ് ഥാർ മരുഭൂമി. ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ഈ ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. അപ്പോൾ വളരെ വിരളമായി മാത്രമേ ഇവിടെ മഴ ലഭിക്കത്തുള്ളൂ. ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശങ്ങളാണുള്ളത്. മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ് സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭാഗമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി? തീരപ്രദേശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശങ്ങളാണുള്ളത്. മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ എന്നീ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗങ്ങളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായ കാലാവസ്ഥാ സവിശേഷതകളാണുള്ളത്. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു. പൊതുവെ മൺസൂൺ കാലാവസ്ഥയാണ്. ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിൻ എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക്
രൂപപ്പെട്ടത്. മൗസിം എന്നുള്ള അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് മൺസൂൺ കാറ്റുകളാണ്. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറിക്കൊണ്ടിരിക്കുന്നു. സൂര്യന്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. ഇപ്പം എന്താണ് പറഞ്ഞത്? ഈ സൂര്യന്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണം തെക്കു പടിഞ്ഞാറ് ദിശയിൽ മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ കാരണമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നത്. ഇനി എന്താണ് സൂര്യന്റെ അയനം? സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും, അതായത് 23.5 ഡിഗ്രി വടക്ക്, ദക്ഷിണായന രേഖയ്ക്കും 23.5 ഡിഗ്രി തെക്ക് ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം എന്ന് പറയുന്നത്. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് സൂര്യന്റെ അയനം. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം. ദക്ഷിണായന സമയത്ത് സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂടുപിടിച്ച് ഉയരുകയും ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. ദക്ഷിണായന സമയത്ത് സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂടുപിടിച്ച് ഉയരുകയും ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാലാണ് മഴയുടെ അളവ് കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അനുഭവപ്പെടുന്ന കാലം മെയ് ജൂൺ മാസങ്ങളിലും വടക്ക് കിഴക്ക് മൺസൂൺ അനുഭവപ്പെടുന്ന കാലം സെപ്റ്റംബർ ഒക്ടോബർ കാലത്താണ്. അപ്പോൾ ദക്ഷിണായന കാലത്ത്, അതായത് വടക്ക് കിഴക്ക് മൺസൂൺ കൂടുതൽ മഴ ലഭിക്കുന്നത് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ്? ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ്. തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരേണ്ടതായതിനാൽ അത് പറഞ്ഞത്. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു പ്രദേശത്തിന്റെ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ്. പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്ക് ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്തമായ കാലാവസ്ഥയാണുള്ളത്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗം മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. ഉത്തരായന രേഖയ്ക്ക് തെക്ക് ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയായിരിക്കും. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തെയും താപനിലയുടെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. മൂന്നാർ, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നത്?
കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ആ മലനിരകളുടെ കിഴക്കൻ ചരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറവായിരിക്കും. കാരണം ഇപ്പോൾ ബോധ്യമായില്ലേ, മഴ നിഴൽ പ്രദേശങ്ങൾ, റെയിൻ ഷാഡോ റീജിയൻസ് എന്നാണ് മഴ കുറവുള്ള ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. അതായത് തമിഴ്നാടൊക്കെ. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. മഴനിഴൽ പ്രദേശം. കാറ്റിന് അഭിമുഖമായ പ്രദേശത്ത് എന്ത് മഴ പെയ്യുന്നുണ്ട്. അവിടെ വെച്ച് ഈർപ്പം തണുത്ത് മേഘമാകുന്നു. അതെന്തായി മാറുന്നു? മഴനിഴൽ പ്രദേശത്തോട്ട് മഴ പെയ്യുന്നില്ല. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാതെ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. രാജസ്ഥാനിലെ ആരവലി മലനിരകളിൽ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിൻ്റെ പിന്നിലെ കാരണവും ഇതാണ്. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. കാറ്റിൻ്റെ ദിശയും അതിലെ ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ജനങ്ങളുടെ ഭക്ഷണ രീതികൾ ഒരുപോലെയാണോ? അല്ല, മാറ്റങ്ങളുണ്ട്. കാശ്മീരിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും ഒരുപോലെയാണോ? അല്ല. പശ്ചിമഘട്ടത്തിലെ കൃഷി ചെയ്യുന്ന വിളകളാണോ ഉത്തര സമതലങ്ങളിലും മുഖ്യമായി കൃഷി ചെയ്യുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിള ഏതെന്ന് കണ്ടുപിടിക്കുക. ഇതിലേതാണ്? ഏലം കൃഷി പശ്ചിമഘട്ടത്തിലുള്ളതാണ്. ഗോതമ്പ് കൃഷി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്കനുസരിച്ച് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിരിക്കുന്നത് അതനുസരിച്ചാണ്. ഇന്ത്യയിൽ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർലഭ്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതാവുകയും ചെയ്യുന്നു. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും, മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്യുന്നു. താഴെ കൊടുത്തേക്കുന്ന പട്ടിക കണ്ടോ. വിള, ജലത്തിന്റെ ലഭ്യത, വിത്ത് വിതയ്ക്കുന്ന മാസങ്ങൾ, വിളവെടുക്കുന്ന മാസങ്ങൾ. നെല്ല് ധാരാളം ജലം ആവശ്യമുള്ള വിളയാണ് നെല്ലെന്ന് പറയുന്നത്. ജൂൺ മാസത്തിലാണ് വിത്ത് വിതയ്ക്കുന്നത്. വിളവെടുക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ. ഗോതമ്പ് എന്താണ്? ഗോതമ്പിന് മിതമായ അളവിൽ ജലം ആവശ്യമാണ്. ഒക്ടോബറിൽ വിത്ത് വിതച്ച് മാർച്ചിൽ വിളവെടുക്കുന്നു. തണ്ണിമത്തൻ വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യത്തോടെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. തണ്ണിമത്തൻ ഏപ്രിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. ജൂണിൽ വിളവെടുക്കും. വ്യത്യസ്ത കാലങ്ങളിലാണ് വിളകൾ കൃഷി ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ് കാർഷിക കാലങ്ങൾ? കാർഷിക കാലങ്ങൾ എന്താണ്? ഓരോ വിളയ്ക്കും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലയളവുണ്ട്. ഈ കാലങ്ങളെയാണ് കാർഷിക കാലങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളാണ് ഉള്ളത്. ഖാരിഫ്, റാബി, സയ്ദ്. എന്നിങ്ങനെ 3 കാലങ്ങളാണുള്ളത്, കാർഷിക കാലങ്ങൾ. തെക്ക് പടിഞ്ഞാറ് മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. എന്തൊക്കെയാണ്? അപ്പം ഇതിനകത്ത് ഖാരിഫ് വിളകളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്തൊക്കെയാണ്? നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവരയൊക്കെ ഖാരിഫ് കാലത്ത് കൃഷി ചെയ്യുന്നതാണ്. ഖാരിഫ് വിളകളാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി
കാലം ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ്. അപ്പോൾ റാബി എന്തൊക്കെയാണ്? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക്. ഫെബ്രുവരി മാസത്തോടെ റാബിക്കാലം അവസാനിക്കുന്നു. റാബിക്കാലം അവസാനിക്കുന്നത് ഫെബ്രുവരിയോടെയാണ്. റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈദ്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവയാണ് ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. അപ്പം ഖാരിഫ് എപ്പോഴാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണോട് ചേർന്നാണ് കൃഷി ചെയ്യുന്നത്. ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, നെല്ല്, ചോളം, ബജ്ര അതൊക്കെയാണ് ഖാരിഫ് വിള. ഇനി റാബിയുടെ പ്രത്യേകത എന്താണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരവോടെയാണ് കൃഷി ചെയ്യുന്നത്. ഇതിന് ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയാണ് കൃഷി ചെയ്യുന്നത്. ഫെബ്രുവരി മാസത്തോടെ അവസാനിക്കുന്നു. സൈദ് എന്ന് പറയുന്ന റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്നു. ഇതെന്ന് പറയുന്നത് ദൈർഘ്യം കുറഞ്ഞ കുറഞ്ഞ കാലയളവ് മതി. ഇതിന് വളരെ ദൈർഘ്യം കുറഞ്ഞ കാർഷിക കാലമാണ് ഈ സൈദ് എന്ന് പറയുന്നത്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, പിന്നെ കാലിത്തീറ്റകൾ തുടങ്ങിയവയൊക്കെ ഇതിന് ആവശ്യമുള്ള ജലസേചനം ചെയ്താൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഭക്ഷ്യവിളകളെ ധാന്യങ്ങൾ എന്നും പയറുവർഗ്ഗങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കാം. മൃദുധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്ര, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു. അപ്പം മൃദുധാന്യങ്ങൾ ഏതൊക്കെയാണ്? നെല്ല്, ഗോതമ്പ്. പരുക്കൻ ധാന്യങ്ങൾ ഏതൊക്കെയാണ്? ബജ്ര, ചോളം, റാഗി. അപ്പോൾ ഭക്ഷ്യവിളകളെ രണ്ടായി തരംതിരിക്കാം. മൃദുധാന്യങ്ങളെന്നും പരുക്കൻ ധാന്യങ്ങളെന്നും. പരുക്കൻ ധാന്യങ്ങളെന്നും. മൃദുധാന്യങ്ങൾക്ക് എക്സാമ്പിളാണ് നെല്ല്, ഗോതമ്പ്. പരുക്കൻ ധാന്യങ്ങളാണ് ബജ്ര, ചോളം, റാഗി തുടങ്ങിയവ. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നവയാണിവ. പയർ, തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങൾ ഏതാണ്? പയർ, തുവര. നാണ്യവിളകൾ. വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ. നാണ്യവിളകളിൽ എന്തൊക്കെയാണ് നാണ്യവിളകൾ? കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. നാണ്യവിളകൾ. നാരുവിളകൾ. പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിളകളാണ്. ഇനി എണ്ണക്കുരുക്കൾ എന്താണ്? ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും തോട്ടവിളകളാണ്. ഈ തോട്ടവിളകൾ ഏതൊക്കെയാണ്? തേയില, കാപ്പി, റബ്ബർ അതൊക്കെ തോട്ടവിളകളാണ്. എണ്ണക്കുരുക്കൾ ഏതൊക്കെയാണ്? സോയാബീൻ, സൂര്യകാന്തി, കടുക്, നിലക്കടലയൊക്കെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഭൂഘടന, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജനസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതിക വിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷിരീതികൾ നിലനിൽക്കുന്നുണ്ട്. പ്രാകൃത ഉപജീവന കൃഷി, തീവ്ര ഉപജീവന കൃഷി, മിശ്ര കൃഷി, വിസ്തൃത വാണിജ്യ ധാന്യ കൃഷി, ക്ഷീരകൃഷി, തോട്ടവിള കൃഷി, പുഷ്പഫല കൃഷി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ വിവിധ കൃഷിരീതികൾ ഏതൊക്കെയെന്ന് നമുക്ക് അടുത്ത അധ്യായത്തിലൂടെ മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. ഇത്രയായിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നുള്ള ചാപ്റ്റർ. ഇതിനകത്ത് പഠിക്കാൻ കുറേ ഉണ്ട്. റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കണം. താങ്ക് യു.